Good morning. Welcome to Axonus Learning Online Classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ ഇ എന്താണ്, പാർട്ട് ബിയിലെ സെക്ഷൻ ഇ ഓപ്ഷണൽ മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ESP ഫോർ ഓഫീസ് യൂസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത് ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫോർ 2 മാർക്സ് ആണ്. നമുക്കവിടെ ഓപ്ഷൻ ഉണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എ അല്ലെങ്കിൽ ബി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ കീ കോമ്പണൻസ് ഓഫ് എ പ്രൊഫഷണൽ ഇമെയിൽ. ഒരു പ്രൊഫഷണൽ ഇമെയിൽ എഴുതുമ്പോൾ കീ കോമ്പണൻസ് എന്തൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങൾ. കീ കോമ്പണൻസ് ഓഫ് എ പ്രൊഫഷണൽ ഇമെയിൽ ആർ ക്ലിയർ സബ്ജക്റ്റ് ലൈൻ. മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട എന്താണ്, ഒരു സബ്ജക്റ്റ് ലൈൻ ആണ്. പൊളൈറ്റ് സല്യൂട്ടേഷൻ, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു സല്യൂട്ടേഷൻ വേണം. ദെൻ പ്രിസൈസ് മെസ്സേജ്, അതിൻ്റെ ഒരു ബോഡി ഉണ്ടായിരിക്കണം. ദെൻ എന്താണ്, കോട്ടസ് ക്ലോസിങ് ആൻഡ് എ പ്രോപ്പർ സിഗ്നേച്ചർ വിത്ത് നെയിം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇമെയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് വരുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെൻഷൻ ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ റിപ്പോർട്ട് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിൽ വരുന്ന സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിച്ച കാര്യമായിരിക്കും പലരും. ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഏതാണ് അവിടെ പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ദെൻ എന്താണ്, ടേക്കിംഗ് നോട്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നോട്ട് ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് അനലൈസിങ് ദ ഫാക്ട്സ്. നമുക്ക് കിട്ടിയ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം, അനലൈസ് ചെയ്യണം. ദെൻ എന്താണ്, റൈറ്റിംഗ് ദ ഔട്ട്ലൈൻ ഓഫ് ദ റിപ്പോർട്ട്. നമ്മൾ തന്നെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യണം. ദെൻ എന്താണ്, ആ ഒരു റിപ്പോർട്ടിനെ നമ്മൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റിംഗ് ആൻഡ് റിവൈസിങ് ദ റിപ്പോർട്ട്. ദെൻ എന്താണ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്മിറ്റിംഗ് ദ റിപ്പോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ് വരുന്നത്. ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫോർ 4 മാർക്സ്. 4 മാർക്കാണ് നമുക്ക് അവിടെ ഉള്ളത്. യു ഹാവ് ടു അപ്ലൈ ഫോർ എ ജോബ് ഇൻ എ റെപ്യൂട്ടഡ് കമ്പനി. നിങ്ങൾക്ക് എന്താണ്, ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഡ്രാഫ്റ്റ് എ ഫോർമാറ്റ് ഓഫ് ദി റെസ്യൂം യു വിൽ റൈറ്റ് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റെസ്യൂമെ അയക്കുന്നത്, അതെങ്ങനെയായിരിക്കും, അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ നമ്മുടെ പേരും അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കും. തന്നെ എന്താണ്, കരിയർ ഒബ്ജക്റ്റീവ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് കൊടുക്കും. ടു സെക്യൂർ എ റെസ്പോൺസിബിൾ പൊസിഷൻ ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ വെർ ഐ ക്യാൻ അപ്ലൈ മൈ സ്കിൽസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഗ്രോത്ത്. നമ്മുടെ സ്കിൽസ് യൂസ് ചെയ്തിട്ട് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലേ. ടു സെക്യൂർ എ റെസ്പോൺസിബിൾ പൊസിഷൻ ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ. നല്ലൊരു പൊസിഷനാണ് വേണ്ടത്, റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ ഒരു ഓർഗനൈസേഷനിൽ. വെർ ഐ ക്യാൻ അപ്ലൈ മൈ സ്കിൽസ്, എൻ്റെ സ്കിൽസ് ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. ദെൻ നമ്മുടെ സ്കിൽസ്, നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. MS ഓഫീസ് ഉണ്ട്, ടാലി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, ടൈം മാനേജ്മെൻറ്റ്, ടീം വർക്ക്, ഇതൊക്കെ നമ്മുടെ സ്കിൽസ് ആയിട്ട് വരുന്നുണ്ട്, അത് കൊടുക്കാം. ദെൻ അച്ചീവ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ എബവ് ഇൻഫർമേഷൻസ് ഈസ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ കൊടുക്കുക. ദെൻ എന്താണ്, ഡേറ്റും സിഗ്നേച്ചറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു റെസ്യൂമയുടെ ഫോർമാറ്റ് റെഡി ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓൺ ഫയർ ഇൻസിഡൻറ്റ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ സ്റ്റാഫ് റൂം ഓഫ് യുവർ ഓഫീസ് ഡ്യൂ ടു ആൻ ഓവർഹീറ്റഡ് മൈക്രോവേവ്. ഇൻക്ലൂഡ് സ്പെസിഫിക്സ് സച്ച് ആസ് ദ ഡേറ്റ്, ടൈം, ലൊക്കേഷൻ, കോസ്, ആക്ഷൻസ് ടേക്കൺ, ഡാമേജസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഫോർ ഫ്യൂച്ചർ പ്രിവെൻഷൻ. ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ഏകദേശം ഇതുപോലെ വരുന്ന ഒരു റിപ്പോർട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഫസ്റ്റ് 2 ആണ് കൊടുക്കേണ്ടത്. ആർക്കാണോ നമ്മൾ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഓഫീസ് മാനേജറാണ്. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് കൊടുത്തു. ദെൻ ഫ്രം രവിദാസ്, ജസ്റ്റ് ഒരു നെയിം നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. ദെൻ ഒരു ഡേറ്റ് കൊടുത്തു, സബ്ജക്റ്റ് കൊടുക്കണം, റിപ്പോർട്ട് ഓൺ ഫയർ ഇൻസിഡൻറ്റ് ഇൻ സ്റ്റാഫ് റൂം. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മളൊരു
ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് മാറ്റർ എന്നുള്ളത് ബ്രീഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓൺ 10th September 2025 എ ഫയർ ബ്രോക്ക് ഔട്ട് ഇൻ ദ സ്റ്റാഫ് റൂം അറ്റ് RM Road, Mumbai ഡ്യൂ ടു ആൻ ഓവർ ഹീറ്റഡ് മൈക്രോവേവ് ഓവൻ. ഓവർ ഹീറ്റായ കാരണം ഇങ്ങനൊരു ഫയർ എന്താണ് ബ്രോക്ക് ഔട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ ആക്ഷൻസാണ് അന്നവിടെ നടത്തിയത് എന്നുള്ളത് പോയിൻ്റായിട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ പോയിൻ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാഫ് ഇവാക്യുവേറ്റഡ് ഇമ്മീഡിയറ്റ്ലി, എല്ലാവരെയും എന്താണ് ഇവാക്യുവേറ്റ് ചെയ്തു. ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ടു കൺട്രോൾ ഫ്ലെയിംസ്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലെയിമൊക്കെ കൺട്രോൾ ചെയ്തു. ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് കോൾ ടു എൻഷുർ സേഫ്റ്റി, ഫയർ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ച് സേഫ്റ്റി ഉറപ്പ് വരുത്തി. ദെൻ എന്തൊക്കെ ആ ഒരു ഇൻസിഡൻറ്റ് കാരണം എന്തൊക്കെ ഡാമേജ് ഉണ്ടായി, എന്തൊക്കെയാണ് മൈക്രോവേവ് ഡിസ്ട്രോയിഡ്, എന്താണ് മൈക്രോവേവ് ഡിസ്ട്രോയിഡ് ആയി. ദെൻ എന്താണ് മൈനർ ഡാമേജ് ടു ക്യാബിനറ്റ്സ് ആൻഡ് നിയർ ബൈ എക്യുപ്മെൻറ്റ്, ചെറിയ ഡാമേജുകളൊക്കെ സംഭവിച്ചു. ദെൻ നമുക്ക് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് കൊടുക്കാം, റെഗുലർ മെയിൻ്റെനൻസ് ഓഫ് അപ്ലയൻസസ് അല്ലേ, നമുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ എന്താണ് ഫയർ സേഫ്റ്റി ഡ്രിൽസ് ആൻഡ് ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, ട്രെയിനിങ് ഒക്കെ സ്റ്റാഫ്സിനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എന്തൊക്കെ സജഷൻ ഉണ്ട്, ഇൻസ്റ്റാൾ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ആൻഡ് ഫയർ അലാംസ്, എന്താണ് ചിലത് എന്താണ് സ്മോക്ക് പുക കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫയർ അലാംസ് ഉണ്ടാവും. ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പ്രിപ്പയർഡ് ബൈ രവി മോഹൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്കൊരു റിപ്പോർട്ട് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോയ്സാണ്, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, write an email to a client to inform them about the cancellation of their reservation for the annual business conference of your company. എന്താ സംഭവം, റൈറ്റ് ആൻ ഇമെയിൽ ടു എ ക്ലൈൻറ്റ്, നമ്മുടെ ഒരു ക്ലൈൻറ്റിനാണ് നമ്മൾ ഇമെയിൽ എഴുതേണ്ടത്. എന്താണ് പറയുന്നത്, ടു ഇൻഫോം ദം അബൌട്ട് ദ ക്യാൻസലേഷൻ ഓഫ് ദെയർ റിസർവേഷൻ, അവരുടെ റിസർവേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് ഇൻ ദ ആനുവൽ ബിസിനസ് കോൺഫറൻസ്. ഒരു ആനുവൽ ബിസിനസ് കോൺഫറൻസ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ദ ഇമെയിൽ ഷുഡ് അപ്പോളജൈസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സോറി പറയണ്ട, നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് അല്ല, നമ്മൾ അപ്പോളജൈസ് ചെയ്യണം. എന്താണ് ഫോർ ദ ഇൻകൺവീനിയൻസ് ആൻഡ് മെൻഷൻ ദാറ്റ് ന്യൂ ഡേറ്റ്സ് വിൽ ബി പ്രൊവൈഡഡ് സൂൺ, പുതിയ ഡേറ്റ് എത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കും. ഈ സെൻറ്റൻസുകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ മാറ്റത്തോടു കൂടി അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് മെയിലിലും യൂസ് ചെയ്യാം കേട്ടോ. Include specific details such as original reservation date, the event type and the company name. ഇതൊക്കെ നമുക്ക് ക്ലൂസ് ആണ്, ഹിൻ്റാണ്. ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. You are PRO of Adishi Electricals. അപ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റാണ് അല്ലേ, മെയിലാകുമ്പോഴും എന്താകുമ്പോഴും നമ്മൾ സബ്ജക്റ്റ്, മെയിൽ, റിപ്പോർട്ട്, ലെറ്റർ, ഇതിനൊക്കെ നമ്മൾ സബ്ജക്റ്റ് വിട്ടുകളയാൻ പാടില്ല. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നോട്ടീസ് ഓഫ് റിസർവേഷൻ ക്യാൻസലേഷൻ, ആദിഷി ഇലക്ട്രോണിക്സ് ആനുവൽ ബിസിനസ് കോൺഫറൻസ്. എന്താണ് പിന്നെ സല്യൂട്ടേഷൻ വരികയാണ്. ജസ്റ്റ് ഒരു പേര് കൊടുത്തേ ഉള്ളൂ, ഡിയർ മിസ്റ്റർ രാജേഷ് ശർമ്മ, വി റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് യുവർ റിസർവേഷൻ ഫോർ ദ ആനുവൽ ബിസിനസ് കോൺഫറൻസ് ഓഫ് ആദിഷി ഇലക്ട്രോണിക്കൽസ് ഒറിജിനലി ഷെഡ്യൂൾഡ് ഫോർ 15th October 2025 ഹാസ് ബീൻ ക്യാൻസൽഡ് ഡ്യൂ ടു അൺഫോർസീൻ സർക്കംസ്റ്റൻസസ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു, അന്നത്തെ ആ ഒരു ഇത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പ്ലീസ് അക്സെപ്റ്റ് അവർ സിൻസിയർ അപ്പോളജീസ്. അടുത്ത എന്തായിരുന്നു, നമ്മൾ അപ്പോളജൈസ് ചെയ്യണം എന്നാണ്. അപ്പോൾ അപ്പോളജൈസ് ചെയ്യണം ഫോർ എനി ഇൻകൺവീനിയൻസ് ദിസ് മേ കോസ്, എന്താണ് നമ്മൾ കാരണം ഉണ്ടായ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെങ്കിലും അത് നമ്മൾ അപ്പോളജൈസ് ചെയ്യണം. We are in the process of finalizing new dates for the conference and will communicate them to you at the earliest opportunity. നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഡേറ്റ് എത്രയും പെട്ടെന്ന് അറിയിക്കുമെന്നാണ് പറയുന്നത്. Your presence is highly valued and we hope you will be able to join us on the rescheduled dates. We greatly appreciate your understanding and continued support of Adishi Electronicals. Yours sincerely, അനിത മേനോൻ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, ആദിഷി ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ജസ്റ്റ് ഒരു കോൺടാക്ട് നമ്പറും കൂടെ കൊടുത്തു. ഇത്രയാണ് നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂളൊന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതോടുകൂടെ എന്താണ് ഇംഗ്ലീഷിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.